ഹലോ ഗൈസ്, ഞാൻ വീണ്ടും ഒരു ഈസി എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായി വരുമ്പോൾ ബട്ടറോ നെയ്യോ എന്താ വെച്ചാൽ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിക്കുക. നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കുക കേട്ടോ. ചെറിയ പീസാക്കി ചിക്കി പൊരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് 2-3 വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ പൗഡറാണ്. ഇതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ചിക്കി വെച്ച മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഉണക്കമുളക് ചതച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂണ് ടൊമാറ്റോ സോസുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് മസ്റ്റാണ് കേട്ടോ, നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുത്തു വയ്ക്കാം. ഇതാണ് നമുക്ക് ബ്രെഡിനുള്ളിൽ വയ്ക്കാനുള്ളത് കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം നന്നായിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. മയോണൈസ് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല. ടൊമാറ്റോ സോസ് ജസ്റ്റ് ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഒന്നാമത് അതിൽ മുന്നേ ഒഴിച്ചിട്ടുണ്ടല്ലോ സോസ്. ഇത്രയും മതി. ടോസ്റ്റ് ചെയ്യാത്ത ബ്രെഡിൽ വെച്ച് തിന്നപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും.